പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. ആന വീണോ എന്നൊരു സംശയം അവിടെ നിന്നും വരുന്നുണ്ട്. വിവരങ്ങളുമായി ലിഷോയ് ഒപ്പം ചേരുന്നു. ലിഷോയ്, ഏറ്റവും പുതിയ വിവരം എന്താണ്? ആന മയക്കുവെടിയേറ്റ് തളർന്നു നിൽക്കുകയാണോ അതോ തളർന്നു വീണോ? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ആന ഇപ്പോൾ മയക്കുപിടിയേറ്റ് തളർന്നു വീണിരിക്കുകയാണ്. ആന തളർന്നു വീണു. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. നിലവിൽ ഈ ആന ഇവിടെ എണ്ണപ്പനത്തോട്ടത്തിൽ തളർന്നു വീണിരിക്കുകയാണ്. അതായത് ഈ കാടിന്റെ പ്രദേശത്തേക്ക്, ഈ ഭാഗത്തേക്ക് ആന കയറി പിന്നീട് അവിടെ തളർന്നു വീഴുകയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് നടപടികളൊന്നും തന്നെ ഇതുവരേക്കും, അതായത് ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ അടുത്തത് ഈ ആളുകൾ തൊട്ട് ചേർന്ന് ആന കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഈ തളർന്നു വീണാൽ അത് പിന്നെ വലിയ റിസ്ക് അല്ലേ? ഈ ക്രെയിനൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു സ്ഥല സൗകര്യം ഒക്കെ ഉണ്ടോ അവിടെ? അവിടെ നല്ല ഫ്രെയിമായിരുന്നു. തീർച്ചയായും. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുങ്കിയാനകളുടെ കൂടി സഹായത്തോടെ ആനയെ ഉയർത്തേണ്ടതുണ്ട്. അതല്ലാതെ മറ്റ് നടപടികളൊന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് നിലവിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് ആന മയക്കുവെടി വെക്കുന്ന നടപടികൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആനയ്ക്ക് അതിൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ആനയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ള സംശയം നേരത്തെ തന്നെ ഡോക്ടർ അരുൺ സക്രയും സംഘവും അടക്കം പ്രകടിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ആനയ്ക്ക് മയക്കുവെടി ഏറ്റ ഉടനെ തന്നെ ആന അല്പസമയത്തിന് ശേഷം ആന തളർന്നു വീഴുകയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് യാതൊരു വിധത്തിലും ആന പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കൂടുതൽ സമയം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ആനയെ ഉയർത്തുക എന്നുള്ളത് മാത്രമാണ്. കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആനയെയാണ് നേരത്തെ അല്പസമയം മുമ്പ് പടക്കം പൊട്ടിച്ചും മറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് നീക്കിയത്. നിലവിൽ ഓയിൽ പാം എസ്റ്റേറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതായത് ആ പ്രധാന റോഡിൽ തന്നെയാണ് ഈ ആന വീണിരിക്കുന്നത്. യാർഡിന് സമീപമാണ് നിലവിൽ ആന തളർന്നു വീണിരിക്കുന്നത്. അതായത് ഈ വെടിയേറ്റ ശേഷം ഇതേപോലെ കണ്ടു കഴിഞ്ഞു, അതിലൊന്നും ആന ഇങ്ങനെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ആരോഗ്യത്തോടുള്ള ആനകളെയാണ് നമ്മൾ പിടികൂടാറ്. സാധാരണ മയക്കുവെടിയേറ്റ് കുറെ നേരം മയങ്ങി നിൽക്കുകയാണ് ചെയ്യാറ്. അതെ, ഇത് ഇങ്ങനെ ഒരു സാഹചര്യം അവർ പ്രതീക്ഷിച്ചിരുന്നുമായിരിക്കാം. അപ്പോൾ അതിന് മാത്രമുള്ള ക്രമീകരണങ്ങൾ, ക്രെയിൻ മാത്രമാണ് ഇനി പോംവഴിയൊന്നും തോന്നുന്നു അല്ലേ? കുങ്കിയാനകൾ ഉപയോഗിച്ച് അങ്ങനെ ആനയെ ഉയർത്താൻ കഴിയുന്ന സ്ഥിതി ഉണ്ടോ? അതിന്റെ ആരോഗ്യം അത്രത്തോളം പരിതാപകരമല്ലേ? കുങ്കിയാനകൾ ഉപയോഗിച്ച് ഉയർത്തുക എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ ക്രെയിൻ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഒരു സാഹചര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ക്രെയിൻ എത്തിക്കുകയും ചെയ്തിരുന്നു. പുലർച്ചെ തന്നെ ക്രെയിൻ അവിടേക്ക് എത്തിക്കുകയും ആനയെ ആവശ്യമെങ്കിൽ വീണു പോവുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ ഉയർത്താനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഈ ക്രെയിൻ ഈ സ്ഥലത്ത് തന്നെ സജ്ജമാക്കിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രെയിൻ എത്തുന്ന സ്ഥലത്തല്ല ആന കിടക്കുന്നത്. അതായത് അവിടേക്ക് ക്രെയിൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആന കിടക്കുന്ന സ്ഥലം കുറച്ചുകൂടി ഉയർന്ന ഒരു മേഖലയാണ്. അതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഡോക്ടർ അരുൺ സക്രയെ ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയ്ക്ക് എത്രത്തോളം ആനയുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ അടങ്ങുന്ന സംഘം പരിശോധിക്കുകയാണ്. അരുൺ സക്ര അടങ്ങുന്ന സംഘം പരിശോധിച്ച ശേഷമായിരിക്കും ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണെന്നുള്ളത് തീരുമാനിക്കുക. ആന കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഡോക്ടർ അരുൺ സക്രയും സംഘവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനയുടെ അടുത്ത് അരുൺ സക്രയും സംഘവും എത്തിയിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആശങ്ക അത് ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കുങ്കിയാനകളെ ഈ വെടിയേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ ഈ മയങ്ങിക്കിടക്കുന്ന ആനയുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് 2 കുങ്കിയാനകളെ ആ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾ ഇനിയിപ്പോൾ ക്രെയിൻ ഒരു ടെറൈൻ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഒരു ടെറൈൻ ഒരു കുന്നിൻ പ്രദേശമാണ്. ആ കുന്നിൻ പ്രദേശമായതിനാൽ തന്നെ അവിടേക്ക് ക്രെയിൻ എത്തിക്കുക അതിനുള്ള വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതുകൊണ്ട് തന്നെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റ് കുങ്കിയാനകളുടെ സഹായത്തിൽ ഉയർത്തിയെടുത്ത് കൊണ്ടുപോകൽ സാധ്യമല്ല. സാധാരണ അങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുമില്ല. തള്ളി വണ്ടിയിലേക്ക് കയറ്റുന്നതാണ്. ഇതിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് ആ രീതിക്കൊക്കെ കുങ്കിയാനകളെ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണോ? അവരെന്താണ് പറയുന്നത്? അങ്ങനെ കുങ്കിയാനയെ ഉപയോഗിച്ച് ഉയർത്താൻ കഴിയുമോ?
അതായത് നമുക്കിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല. കാരണം അവരൊക്കെ ഈ ദൗത്യത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. പലപ്പോഴും അതായത് ഈ ആന മയങ്ങി കിടക്കുകയാണ് എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ കൃത്യമായി ഒരു ഉറപ്പുള്ള ഒരു ക്രെയിൻ അടുപ്പിച്ചു കൊണ്ടുവരുന്നത്. ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, രാവിലെ 6 മണിയോടുകൂടി ഇവിടേക്ക് ഒരു ക്രെയിൻ എത്തിച്ചിരുന്നു. അത് ഈ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ആ ക്രെയിൻ ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ ആ ക്രെയിൻ ഈ കുങ്കിയാനകളുടെയും അതുപോലെ തന്നെ മയങ്ങി കിടക്കുന്ന ആനകളുടെയും ആ അടുത്തേക്ക് എത്തിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. ഈ ക്രെയിൻ എത്തിച്ച ശേഷം ഇനി ഒരുപക്ഷെ അവയെ ഉയർത്താനായുള്ള ഒരു കാര്യം അത് നടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതിരപ്പള്ളിയിലെ ആന ദൗത്യം. മയക്കുവെടിയേറ്റ ആന തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ആന നിലയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നതാണ്. കുങ്കിയാനകളെ അതിന്റെ തൊട്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ലിഷോയ് സൂചിപ്പിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്.